വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. We all are very grateful to members of the public. Citizens have expressed full confidence in the BJP and NDA. Today's victory is a victory for the world's largest democracy. മോദിക്ക് മോദിയുടെ വ്യക്തിപ്രഭാവം നഷ്ടമായി. തൊട്ടതിനൊക്കെയും മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി വെറും വാക്കായി മാറിയ ദുരവസ്ഥയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു കൊണ്ടുവന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനാധിപത്യത്തിന്റെ വിജയമാണ് NDAയുടെ വിജയമെന്ന് ആണ് പ്രധാനമന്ത്രി പറഞ്ഞത്. സത്യത്തിൽ എന്ത് ജനാധിപത്യമാണ് മോദിയുടെ ഹിന്ദുത്വ ചിന്ത വെച്ച് പുലർത്തിയ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത്? എതിരാളികളുടെ സർവ്വ സ്വാതന്ത്ര്യവും ഇല്ലായ്മ ചെയ്തു. ഭീഷണിപ്പെടുത്തേണ്ടവരെ ഭീഷണിപ്പെടുത്തിയും അല്ലാത്തവരെ കേസിൽ കുടുക്കിയും ജനാധിപത്യ പ്രക്രിയയിലുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ നിന്നും മാറ്റി നിർത്താൻ ശ്രമിക്കലായിരുന്നുവോ ജനാധിപത്യം? രാജ്യത്തെ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിച്ച് തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ലാതാക്കലാണ് മോദിയുടെ ജനാധിപത്യം. ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പാനന്തരം നടത്തിയ പ്രസംഗത്തിൽ നന്ദി പറയുന്നത് രാജ്യത്തെ ജനങ്ങളോടായിരുന്നില്ല, മറിച്ച് തനിക്കും ഇന്ത്യക്കും വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകർക്കും വോട്ടർമാർക്കും മാത്രമായിരുന്നു നന്ദി പറഞ്ഞത്. My coalition is coming back to govern for a third consecutive term. അക്കൂട്ടരിൽ രാജ്യത്തെ നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വിശേഷിപ്പിച്ച മുസ്ലിം ജനവിഭാഗം ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ്. ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിം മതവിഭാഗത്തെ നുഴഞ്ഞുകയറ്റക്കാരെന്നും തീവ്രവാദികളെന്നും പറഞ്ഞ് ഹിന്ദു ഭൂരിപക്ഷ വോട്ടിനു വേണ്ടി തട്ടിമാറ്റിയ ഒരു പ്രധാനമന്ത്രി എങ്ങനെ താൻ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെന്ന് പറയാൻ? തങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങളെ സംവരണം എടുത്തുകളയുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രിക്ക് എങ്ങനെ മുസ്ലിം ജനതയുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കാനാവും? ഒരു ജനതയോട് വൈരവും വെറുപ്പും വെച്ച് പുലർത്തിയിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ കീഴിൽ രാജ്യം എങ്ങനെ ജനാധിപത്യ രാജ്യമായി മാറും? ഇത് സ്വച്ഛാധിപതിയായ മതഭ്രാന്തുകാരിയ ഒരു രാജാവിന്റെ തോൽവിയല്ലാത്ത മറ്റൊന്നുമല്ല. അധികാരത്തിന് വേണ്ടി രാജ്യത്തെ വിഭാഗീയതയും വർഗീയതയും വളർത്തി 2019 BJP 280-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വന്നു. അവിടെ മുതൽ ജനാധിപത്യത്തെ വർഗീയതയുടെ തോൽച്ചെരുപ്പിട്ട് ചവിട്ടിമെതിച്ചു. എതിരാളികളെ ഏത് നിലക്കും പൂട്ടാനുള്ള തന്ത്രമാക്കി രാജ്യസുരക്ഷയെ. അങ്ങനെ പോയ 2019 വീണ്ടും മൃഗീയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നു. 2019 303 സീറ്റുകൾ BJP എന്ന സംഘടന മാത്രം ഒറ്റയ്ക്ക് നേടി. അതോടുകൂടി മോദി എന്ന അധികാരത്തിന്റെ രംഗപ്രവേശനമായി. തന്റെ മാത്രം കരുത്താണ് വിജയത്തിന് ആധാരമെന്ന് അദ്ദേഹം വിധിയെഴുതി. തുതിപാഠകർ അത് ഏറ്റുപാടി. ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ഒരു മിസൈൽ വികസിപ്പിച്ചാൽ അവിടെയും തന്റെ കഴിവ് വനോളം ഉയരുന്നതിന് വേണ്ടി അതിനും മോദിയുടെ ചിത്രം കുത്തിവെച്ചു. ലോകമാകമാനം ദുരന്തം വിധിച്ചുകൊണ്ട് കോവിഡ് എന്ന മഹാമാരി വന്നപ്പോൾ അതിനുവേണ്ടി കണ്ടെത്തിയ വാക്സിൻ സർട്ടിഫിക്കറ്റ് വരെ മോദിയുടെ ചിത്രം ഇടം പിടിച്ചു. എന്നാൽ ആ മരുന്ന് പലരുടെയും ജീവനെടുത്തപ്പോൾ അതേ വേഗതയിൽ മോദിയുടെ ഫോട്ടോ സർട്ടിഫിക്കറ്റിൽ നിന്നും അപ്രത്യക്ഷമായി. അങ്ങനെ നേട്ടങ്ങളുള്ളിടത്ത് മുഴുവൻ മോദിയും കോട്ടങ്ങളുള്ളിടത്ത് നിന്ന് ഗോധിയുമായി മാറി. അധികാരത്തിലെത്തിയാൽ വിലക്കയറ്റം പിടിച്ചു കിട്ടുമെന്ന് പറഞ്ഞവർ അധികാരത്തിലെത്തിയപ്പോൾ വിലക്കയറ്റത്തിന്റെ പൂമരമായി വളരുകയാണ് ചെയ്തത്. കള്ളപ്പണം കണ്ടുകെട്ടുമെന്നും അത് ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുമെന്നും പറഞ്ഞവർ ആ കള്ളപ്പണം ഉപയോഗിച്ച് തങ്ങൾക്ക് ആവശ്യമുള്ള സ്റ്റേറ്റുകളിൽ ഭരണമുറപ്പിക്കാൻ എതിർകക്ഷികളിൽ നിന്നും കോടികൾ കൊടുത്ത് MLA-മാരെ വിലക്കെടുത്തു. കീഴ്പ്പെടാത്തവരെ കേസിൽപ്പെടുത്തിയും മറ്റും പീഡിപ്പിച്ചു. ആരും ചോദ്യം ചെയ്യപ്പെടാനില്ലാത്ത 10 വർഷം ഹിന്ദുത്വ ഭീകരതയുടെ തേരോട്ടമായിരുന്നു. മുസ്ലിങ്ങളും അധസ്ഥിത വിഭാഗത്തിൽപ്പെടുന്നവരും അവർക്ക് കണ്ണിലെ കരടായി മാറി. അവരുടെ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുകയും അവരുടെ ഭക്ഷണ രീതികൾ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു. തെരുവുകളിൽ പേപ്പട്ടിയെ കൊല്ലും പോലെ ജനങ്ങളെ തല്ലിക്കൊല്ലാനും സ്ത്രീകൾക്കും കുട്ടികൾക്കും വരെ സുരക്ഷിതമില്ലാത്ത ഇന്ത്യയായി മാറാനും മോദിയുടെ ഇന്ത്യക്ക് കഴിയും. രാജ്യത്തെ ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമൂഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് NRCയും CAAയും പോലുള്ള കരിനിയമങ്ങൾ കൊണ്ടുവന്നു.
ആ കരിനിയമങ്ങൾ കൂടുതൽ കരുത്തോടെ നടപ്പിലാക്കാൻ, അതുവഴി ഇന്ത്യ ഹിന്ദുത്വ രാജ്യമാക്കി മാറ്റാൻ വിരളിപ്പുണ്ട മോദി BJPയുടെ ഭൂരിപക്ഷം 2024 തെരഞ്ഞെടുപ്പിൽ 400 മുകളിൽ കൊണ്ടുവരുമെന്ന് വെല്ലുവിളിച്ചു. അതിനുവേണ്ടി ഈ രാജ്യത്തെ ഒരു വിഭാഗം പൗരന്മാരെ അധമരായി ചിത്രീകരിച്ചു. അവരെ നുഴഞ്ഞുകയറ്റക്കാരെന്നും അക്രമികളെന്നും വിശേഷിപ്പിച്ചു. അങ്ങനെയുള്ള ഒരു പ്രധാനമന്ത്രിയിൽ നിന്നും അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾ ഏത് തരത്തിലുള്ള നീതിയാണ് പ്രതീക്ഷിക്കേണ്ടത്? അതിനുള്ള മറുപടിയാണ് പ്രബുദ്ധരായ ഭാരതീയ ജനത അവരുടെ സമ്മതിദാന അവകാശത്തിലൂടെ മോദിക്ക് നൽകിയത്. എല്ലാ BJPക്കാരും ഹിന്ദു വർഗീയവാദികളല്ലെന്നും അവർ മാനവികതയിലും മനുഷ്യത്വത്തിലും സഹോദര്യത്തിലും വിശ്വസിക്കുന്നവരാണെന്നും തെളിയിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ചെയ്തത്. ഇന്ത്യ എന്ന ബഹുസ്വര സമൂഹം ജീവിക്കുന്ന നാടിന്റെ തെളിച്ചവും വെളിച്ചവും കെട്ടുപോകാൻ തങ്ങൾ അനുവദിക്കുകയില്ലെന്ന് ശുഭസൂചനയാണ് ഈ ഇലക്ഷൻ റിസൾട്ട് നമ്മെ ബോധിപ്പിക്കും. 2024 വരെ രാജ്യത്തിന്റെ കേന്ദ്രബിന്ദുവായി മോദിയും രാമക്ഷേത്രവുമായിരുന്നുവെങ്കിൽ ആ ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും തച്ചുവെക്കാൻ രാജ്യത്തെ ജനങ്ങൾക്കായി അവർ മോദി എന്ന കേന്ദ്രബിന്ദുവിൽ നിന്നും അകന്നതിന്റെ ലക്ഷണമാണ് 2019 മോദിയുടെ 4 ലക്ഷത്തിന്റെ അധികം ഭൂരിപക്ഷം 2024 1.5 ലക്ഷമാക്കി താഴ്ത്താൻ കഴിഞ്ഞത്. അവിടെ മോദി എന്ന അജയ്യനായ കുതിരയ്ക്ക് മീതെ കടിഞ്ഞാൻ വീഴുകയായിരുന്നു. 2024 ആദ്യത്തെ പോളിംഗ് കഴിഞ്ഞപ്പോൾ ദുസ്സൂചന മനസ്സിലാക്കിയ മോദി അവസാനായുധമായ വർഗീയതയുടെ കവണക്കല്ലുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ആ തെറ്റാലി ഉപയോഗിച്ച് മുസ്ലിം ജനതയുടെ നെറ്റിക്ക് നേരെ ഉന്നം വെച്ച് ആഞ്ഞു വലിച്ചുവിട്ടു. മുസ്ലിം ജനത കുഞ്ഞുങ്ങളെ പെറ്റുകൂട്ടുന്ന മെഷീനാണെന്നും നാളെ അവരുടെ കൈകളിൽ ഭാരതമെത്താമെന്നുള്ള ധ്വനി പ്രസംഗങ്ങളിൽ നൽകി. അതുവഴി ഹിന്ദു ജനസമൂഹത്തിന്റെ മൃദുല വികാരത്തെ വ്രണപ്പെടുത്തി അത് വോട്ടാക്കി മാറ്റാൻ ശ്രമിച്ചു. അതിനുവേണ്ടി കോൺഗ്രസുകാരെ ഒറ്റുകാരാക്കി മാറ്റി. അവര് രാജ്യത്തെ ഹിന്ദുക്കളുടെ സ്വത്തുക്കൾ മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞു. എന്തിന് ഹിന്ദു സഹോദരിമാരുടെയും അമ്മമാരുടെയും കെട്ടുതാലിക അറുത്തുമാറ്റി മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞു. ഹീനമായ കാഴ്ചപ്പാടുകളുള്ള അത്രയും ഹീനമായ കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യൻ എങ്ങനെ ഇത്രയും കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി? ആ മനുഷ്യന്റെ അധികാരത്തിന്റെ കീഴിൽ ഏതു തരത്തിലുള്ള നീതിയായിരിക്കും ഇവിടുത്തെ താഴേക്കിടയിലുള്ള ജനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കുക? ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. 2-3 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ വർഗീയത എന്ന ആയുധത്തിനും മൂർച്ച പകർന്ന് മനസ്സിലാക്കിയ രാജാവ് സ്വയം ദൈവമായി അവരോധിച്ചു. പണി പൂർത്തിയാകും മുമ്പ് രാംലല്ലയ്ക്ക് പ്രാണൻ നൽകിയതിലൂടെ ദൈവത്തിനും ജീവൻ നൽകാൻ കഴിവുള്ള മോദി കൃഷ്ണനും രാമനുമൊക്കെ മുകളിൽ മറ്റൊരു ദൈവമായി സ്വയം അവരോധിച്ചു. ഭരണം നിലനിർത്താൻ വേണ്ടി ഇത്രയധികം ജുഗുപ്സാവഹമായ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടും ചില മണിക്കൂറുകളെങ്കിലും നെഞ്ചിടിപ്പോടെ മുണ്ടാട്ടം മുട്ടി അകത്തിരിക്കേണ്ടി വന്നു മോദിക്ക്. എതിർ സ്ഥാനാർത്ഥിയേക്കാൾ 10,000-കണക്കിന് വോട്ടുകൾക്ക് പിന്നിലായ നിമിഷം ദൈവമായ മോദി സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചിരിക്കാം. താൻ എന്നൊറ്റയാൾ പട്ടാളമാണ് ഇന്ത്യ എന്ന് ഉറക്കി വിശ്വസിച്ച ബുദ്ധിശൂന്യനായിരുന്നു ഒരിക്കൽ മോദി. എല്ലാ സ്വച്ഛാധിപതികളും ലോകത്ത് നാശത്തിന്റെ രുചി നുണഞ്ഞിട്ടേയുള്ളൂ. മോദി എന്ന വർഗീയവാദിയായ രാജാവിന്റെ പതനം തന്നെയായിരുന്നു ഉത്തർപ്രദേശിലും കണ്ടത്. 2019 73 സീറ്റുകൾ കിട്ടിയ BJP സഖ്യത്തിന് 40 സീറ്റുകൾക്ക് താഴെ 2024 വാങ്ങിക്കാൻ കഴിഞ്ഞുള്ളൂ. രാമരാജ്യത്തിന്റെ പേരിൽ അധികാരത്തിൽ വന്ന പാർട്ടിക്ക് രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദിൽ തന്നെ പരാജയം ഏറ്റുവാങ്ങേണ്ടി. 2019 അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച് അഹങ്കാരപ്പട്ടം ചാർത്തിയ സ്മൃതി ഇറാനിയെ കിശോരിലാൽ ശർമ്മ അതേ നാണയത്തിൽ പടിയടച്ച് പിണ്ടം വെച്ചു. തമിഴ്നാട്ടിൽ ആകെയുണ്ടായിരുന്ന ഒരു സീറ്റ് കൂടി പിടിച്ചു വാങ്ങി DMK മുന്നണി അവിടെ നിന്നും BJPയെ ചവിട്ടി പുറത്താക്കി. മണിപ്പൂരിലെ സഹോദരിമാരെ ഒടുങ്ങില്ലാതെ നടത്തുമ്പോൾ അവിടേക്കൊന്ന് എത്തിനോക്കുകയോ അവരോട് അനുതാപവാക്ക് പറയുകയോ ചെയ്യാതിരുന്ന PM മോദിയെ കലാഭൂമിയിലേക്ക് അടുപ്പിക്കില്ലെന്ന് മണിപ്പൂരിലെ ജനങ്ങൾ തീരുമാനിച്ചു. ആകെയുള്ള 2 സീറ്റും ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചു. ചുരുക്കത്തിൽ ദൈവത്തിന് ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും കാല് കഴുകി കൊടുക്കേണ്ട ഗതികേടിലായി. ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും വരയ്ക്കുന്ന വരയിലൂടെ സഞ്ചരിക്കാൻ ഇനി മോദിക്കാകും. ഇനി മോദി ഗ്യാരണ്ടിയില്ല. ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത വെറും മോഡി മാത്രം, വെറും ചൈനാമയുടെ മോദി. ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തിരിച്ചുവരവാണ് ഉണ്ടായിരിക്കുന്നത്. അതിനുവേണ്ടി ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി മുന്നേറിയ വിജയഗാഥ. അതിനുവേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട മോദി, പപ്പു എന്ന് കളിയാക്കിയ രാഹുൽ എന്ന ഉരുക്കു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പദയാത്രകൾ, കൂടെ വിട്ടുവീഴ്ച ചെയ്യാനുള്ള മഹാമനസ്കര. ഹിന്ദി ഹൃദയഭൂമിയിൽ യുവാക്കളുടെ മനസ്സിൽ ജനാധിപത്യബോധം വളർത്താൻ ധ്രുവ് റാട്ടി എന്ന ചെറുപ്പക്കാരന്റെ സ്വാധീനവും പറയാതെ വയ്യ. ഇനി പഴയ തേരോട്ടം സാധ്യമാവില്ല മോദിക്ക്. ഒരു കാലം മുന്നോട്ട് വെക്കുമ്പോൾ പിന്നോട്ട് നോക്കേണ്ട ഗതികേടിലാണ്. ഇനി മോദി ഗ്യാരണ്ടി എന്ന് മാത്രം വിളിച്ചു പറഞ്ഞാൽ
ചെവിക്ക് പിടിച്ച് പുറത്താക്കാൻ ആളുകളുണ്ട് മുന്നണിയിൽ തന്നെ. മോദി വെറും മോദിയായത് അഹങ്കാരം തലക്ക് പിടിച്ചത് കൊണ്ട് തന്നെയാണ്. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും രാജ്യത്ത് കൊടികുത്തി വാഴുമ്പോൾ രാമക്ഷേത്രവും ഹിന്ദുത്വവും എന്നും ആളുകളിലേക്ക് കേസില്ല. ഇതൊന്നും ജീവിക്കാനുള്ള മാർഗങ്ങളല്ലെന്ന് ജനങ്ങൾക്കറിയാം. ആര് ഭരിച്ചാലും ജനങ്ങൾക്ക് ജീവിതം ലളിതമാവണം. അതാണ് അവർക്ക് വേണ്ടത്. ഈ 2024 ഇലക്ഷനിൽ മോദിക്കെങ്ങാനും 400 സീറ്റ് ലഭിച്ചിരുന്നെങ്കിൽ ഈ വരുന്ന RSSന്റെ 100ാം വാർഷികത്തിൽ ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി പ്രഖ്യാപിച്ചേനെ. അതില്ലാതെയാക്കിയത് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളായ സാധാരണ ജനങ്ങളും